എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. വീക്കെൻഡൊക്കെ ആയപ്പോഴത്തേക്കിന് നമ്മൾ കോർഫക്കാനിലേക്ക് വിട്ടുപിടിച്ചു കേട്ടോ. അതായത് ഷാർജയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഷാർജയിൽ നിന്ന് കോർഫക്കാൻ ഏകദേശം 1 ഹവറോളം ട്രാവൽ ഉണ്ട് ഷാർജയിൽ നിന്ന് കോർഫക്കാൻ വരെ. ഷാർജ ടു കോർഫക്കാൻ റോഡ് എന്ന് പറയുന്നത് തന്നെ അറിയാലോ, 2 സൈഡും അത്യാവശ്യം മലയാണ്. എന്നിട്ട് അതിൻ്റെ നടുക്കാണ് ഈ റോഡ് പോയേക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഒരു 6 ടണൽ ഇതിനകത്ത് കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഈ 6 ടണൽ പാസ് ചെയ്തിട്ടാണ് നമ്മൾ കോർഫക്കാൻ എത്തുന്നത്. ട്രാവലിംഗ് ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു യാത്ര വളരെ ഇഷ്ടപ്പെടും. കാരണം 2 സൈഡിലുള്ള ആ ഒരു മല പ്രത്യേക ഭംഗിയാണ്, അതിൻ്റെ ആ ഒരു ഇത് കാണാൻ തന്നെ. അതേപോലെ ഈവനിങ് ടൈമും കൂടെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സൂര്യൻ്റെ ആ ഒരു ഏകദേശം വെയിലൊക്കെ ഒന്ന് താഴ്ന്നു വരുന്ന സമയമാണ്. അപ്പം ആ ഒരു വെട്ടത്തിലൂടെ കാണുമ്പോഴും അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കോർഫക്കാൻ പോകാൻ പ്ലാൻ ചെയ്തത് അൽ റഫീസ ഡാമിലേക്കാണ് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 1.5 ഹവറോളം യാത്ര ചെയ്ത് നമ്മൾ കോർഫക്കാൻ റഫീസ ഡാമിലേക്ക് എത്താറായി കേട്ടോ. ഈ പോകുന്ന വഴിയിലാണ്, അതായത് റഫീസ ഡാമിൻ്റെ അടുത്ത് തന്നെ ഒരു ഹെറിറ്റേജ് ഉണ്ട് കേട്ടോ. അൽ നജ് അൽ മക്സ ഹെറിറ്റേജ് ഹോട്ടൽ എന്നാട്ടോ ഈ ഒരു ഹെറിറ്റേജിൻ്റെ പേര്. ഇത് അൽ റഫീസ ഡാമിന് മുകളിലുള്ള പാറമലയിലെ പഴയ ഗ്രാമം ഈ പുതുക്കി പണിതാട്ടോ ഈ ഒരു ഹോട്ടൽ. 300 വർഷം പഴക്കമുള്ള കൽവീടുകൾ ആധുനിക സൗകര്യങ്ങളോടും പരമ്പരാഗത ശൈലിയോടും ചേർത്ത് പുതിയ ഹോട്ടലായി മാറ്റിയതാണ്. അപ്പോൾ ഇതാണ് ആ ഹെറിറ്റേജ് ലൊക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പ്ലേസ്. അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ചുറ്റും കണ്ടോ, ഫുൾ മലനിരക്കാണ്. താഴെ നോക്കുമ്പോഴത്തേക്കിന് അത്യാവശ്യം എന്തൊക്കെയുണ്ട്. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഒരു ഹോട്ടലാണ്. അതേപോലെ ആ മുകളിൽ കാണുന്നതാണ് ഈ ഹെറിറ്റേജ് എന്ന് പറയുന്നത്. അത്യാവശ്യം കാണാനൊരു പ്രത്യേക ഭംഗിയില്ലേ. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി ഒരു വീഡിയോ പോലെ എടുത്തതാണ് കേട്ടോ. ഇതിന് മുകളിലേക്ക് ആൾതാമസം ഉണ്ട് കേട്ടോ. ഒരു 7 മുറികളൊക്കെയുള്ള ഒരു ചെറിയൊരു ഹോട്ടലായത്. ഭയങ്കര ശാന്തതയാണ് ഇവിടെ. ആൾതാമസം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ അകത്തോട്ട് കയറ്റത്തുമില്ല. പിന്നെ നമ്മൾ നേരെ അവിടുന്ന് റഫീസ ഡാമിലേക്ക് ഇറങ്ങി കേട്ടോ. 1980കളിലാണ് ഈ ഡാം നിർമ്മിച്ചത്. അന്ന് നിർമ്മിച്ചപ്പോൾ ഇത് മഴവെള്ളം ശേഖരിക്കാനും അതുപോലെ തന്നെ പ്രളയമൊക്കെ വരുന്നത് നിയന്ത്രിക്കാനും കൂടെ ആയിരുന്നു ഇത് നിർമ്മിച്ചത് ഈ ഡാം. ഇന്നിപ്പോൾ അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറി. ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ കുട്ടികൾക്കുള്ള പാർക്കുണ്ട്. അതേപോലെ തന്നെ ഇതിനടുത്ത് തന്നെ ഒരു ചെറിയൊരു മസ്ജിദ് ഉണ്ട്. പിന്നെ ടൂറിസ്റ്റ് ഇൻഫോ സെൻറ്റർ ഉണ്ട്. പിന്നെ ഒരു കഫേ ഉണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിൽ ചായ അതേപോലെ തന്നെ ചെറിയ ലഘുഭക്ഷണങ്ങളൊക്കെ നമുക്ക് കിട്ടും. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, ഇതിന് പുറത്ത് പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. 45 വണ്ടികളൊക്കെ അത്യാവശ്യം ഇടാൻ പറ്റിയ ഒരു പാർക്കിംഗ് ഏരിയ തന്നെ ഇവിടെ ഉണ്ട്. കയാക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ ഇവിടെയുണ്ട്. അതിനെല്ലാം സെപ്പറേറ്റ് ക്യാഷ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതിനകത്തൊക്കെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് അൽ റഫീസ ഡാമിൻ്റെ ആ ഒരു ചുറ്റുവട്ടത്തുള്ള കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ടോ കേട്ടോ. ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോയത് കോർഫക്കാൻ വാട്ടർഫോളിൽ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. പിന്നെ രാത്രി കൂടെ ആയതുകൊണ്ട് വേഗം വീട്ടിലോട്ട് വെച്ച് പിടിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.